നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി താലൂക്കിൽ റവന്യൂ സ്ക്വാഡിന്റെ പരിശോധന. അനധികൃതമായി മണ്ണ് കടത്തിയ 3 ടിപ്പർ ലോറികളും 2 മണ്ണ് മാന്തി യന്ത്രങ്ങളും പിടികൂടി. പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ, കപ്പൂർ എന്നിവിടങ്ങളിലുമാണ് അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന വാഹനങ്ങൾ റവന്യൂ സ്ക്വാഡ് പിടികൂടിയത്. ഓങ്ങല്ലൂർ 1 വില്ലേജ് പരിധിയിലെ പൂവക്കോട് പള്ളിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കൈവശത്തുള്ള സ്ഥലത്തു നിന്നും അനധികൃതമായി മണ്ണ് ഖനനം ചെയ്തിരുന്ന 2 മണ്ണുമാന്തി യന്ത്രവും 2 ട്രിപ്പർ ലോറികളുമാണ് പിടികൂടിയത്. കപ്പൂർ വില്ലേജ് ഓഫീസിന് പരിസരത്തു നിന്നും അനധികൃതമായി മണ്ണ് കടത്തുകയായിരുന്ന മറ്റൊരു ട്രിപ്പർ ലോറിയും പിടികൂടി. റവന്യൂ സ്ക്വാഡ് അംഗങ്ങളായ PR മോഹനൻ, K അനിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായുള്ള മണ്ണ് കടത്തൽ വ്യാപകമാണെന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു റവന്യൂ സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നത്. KSRTC ഷിഫ്റ്റ് ബസ് ഇടിച്ച് ഒഡീഷ സ്വദേശിക്ക് ദാരുണാന്ത്യം. ചെറുതുരുത്തിയിൽ തൃശൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ് ഇടിച്ച് ഒഡീഷ കലഹാണ്ടി ബിഷ്ണു ഹരിജൻ മകൻ തുണഹരിജനാണ് മരിച്ചത്. 22 വയസ്സാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുള്ളൂർക്കരയ്ക്കും ആറ്റൂരിനും ഇടയ്ക്കായിരുന്നു അപകടം നടന്നത്. ബൈക്ക് യാത്രികനും സാരമായി പരിക്കേറ്റു. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബസ് ഡ്രൈവർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമ കേസിൽ ഇന്ന് രാവിലെയാണ് കണ്ടോൺമെന്റ് പോലീസ് അടൂരിലെ വീട്ടിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ വീട്ടിൽ കയറിയുള്ള പോലീസിന്റെ നടപടിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. ഭീകരവാദിയോട് എന്ന പോലെയാണ് പോലീസ് രാഹുലിനോട് പെരുമാറിയെന്നാണ് ആക്ഷേപം. ഇതിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പിയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ കുറഞ്ഞ പക്ഷം പട്ടാമ്പിയിലെ പോലീസുകാരെങ്കിലും ആ നിയമത്തിന്റെ വഴി ഉപയോഗിച്ച് ഒന്ന് പറഞ്ഞു തരേണ്ടതുണ്ട്. ഇത്തരത്തിൽ സമരങ്ങളെ അടിച്ചമർത്താൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെയൊക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഈ നാട്ടിലെ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാമെന്നാണ് കരുതുന്നത് എങ്കിൽ 1ന് പകരം 100ആയി ഈ കേരളത്തിന്റെ തെരുവുകളിൽ പ്രതിഷേധത്തിന്റെ ജ്വാല ആളിപ്പടർന്ന് കത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊരു സൂചനാ സമരമാണ്. ഞങ്ങളുടെ നേതാവിനെ ഇനിയും വേട്ടയാടാനാണ് പിണറായി വിജയന്റെയും CPM-ന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ എന്നും തോറ്റുമടങ്ങുന്ന DYFIയുടെ നേതാക്കളുടെയും ഒക്കെ വാക്കും കേട്ട് ഞങ്ങളുടെ നേതാവിന്റെ നേരെ ഇനിയും വന്നാൽ ഞങ്ങൾ ഈ സമരം വലിയ രീതിയിൽ വ്യാപിപ്പിക്കും. ഭാരതപ്പുഴയിൽ വെള്ളമില്ല. കുടിവെള്ളത്തിനു വേണ്ടി കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തടയണ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. നിരവധി പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈങ്കുളം പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് പൈങ്കുളം വാഴാലിക്കാവിന് സമീപം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതപ്പുഴയിൽ ഉരുക്ക് തടയണ നിർമ്മിച്ചത്. തടയണ പൊളിച്ച് വെള്ളം ഒഴുക്കി പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാനാണ് തടയണയുടെ 10 മീറ്ററോളം ദൂരം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാല് കീറിയത്. ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് മോട്ടോറടിച്ച് വിവിധ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പറ്റാത്തതിനെ തുടർന്നാണ് തടയണയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം പമ്പ് ഹൌസിലേക്ക് എത്തിക്കാനുള്ള നടപടി അധികൃതർ ചെയ്തത്. കുറഞ്ഞ ചെലവിൽ 5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഉരുക്കു തടയണ കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനകരമായിരുന്നു. 2018 പ്രളയത്തിൽ മാന്നന്നൂർ വശത്തെ പാടശേഖരത്തിലെ മണ്ണൊലിച്ചുപോയി തടയണ ഭാഗികമായി തകർന്നിരുന്നു. ഇതേ തുടർന്ന് പുഴ ഗതിമാറി ഒഴുകിയിരുന്നു. ഇത് നന്നാക്കാത്തതിനാൽ നിരവധി പഞ്ചായത്തുകൾക്കും വടക്കാഞ്ചേരി നഗരസഭയ്ക്കും വെള്ളമെത്തിക്കുന്ന പൈങ്കുളം പമ്പ് ഹൌസിന് വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു. പുഴ ഗതിമാറിയൊഴുകിയ ഭാഗത്തുകൂടിയാണ് വെള്ളം ഒഴുകിയിരുന്നത്. പുഴയിലൂടെ ചാലുകീറിയിട്ടും ജലനിരപ്പ് ഉയരാത്ത സാഹചര്യത്തിലാണ് ഉരുക്കു തടയണ കുറച്ചു ദൂരം പൊളിച്ച് വെള്ളം എത്തിക്കാൻ നടപടിയെടുത്തത്. ഇതോടെ പുഴയിൽ അവശേഷിക്കുന്ന ഒഴുകിവരുന്ന വെള്ളം പമ്പ് ഹൌസിന് സമീപത്തേക്ക് ഒഴുകി തുടങ്ങി. എന്നാൽ വാഴാലിപ്പാടം മാന്നന്നൂർ ഉരുക്കു തടയണ പുനർനിർമ്മിക്കാൻ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 12.60 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ നിർമ്മാണം അടുത്തു തന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. തടയണ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ പഴയ ജലസമൃദ്ധമായ നിലയിലേക്ക് പുഴ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എന്നാൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തടയണ കുറച്ചുഭാഗം പൊളിച്ചു നീക്കി വെള്ളം എത്തിക്കുന്നതിൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് അമർഷമുണ്ട്. CCTV ന്യൂസ്, തളി. ഇടവേള.
തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. പട്ടാമ്പി കേന്ദ്രീകരിച്ച് കലാഗ്രാമം പ്രവർത്തനം തുടങ്ങി. കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലാഗ്രാമം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കല, സാഹിത്യം, സംഗീതം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പട്ടാമ്പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കലാഗ്രാമത്തിന്റെ ഉദ്ഘാടനം പട്ടാമ്പി GMLP സ്കൂളിൽ നടന്നു. പട്ടാമ്പി നഗരസഭാ കൗൺസിലർ K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എത്രയോ പേർ ഇതിൽ അംഗങ്ങളാവാനുണ്ട്. ഇത് നമ്മൾ ഈ പട്ടാമ്പി എന്ന പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. നമുക്കറിയാം, കേരളത്തിന്റെ ഒരറ്റം കാസർഗോഡ് മുതൽ മറ്റേ അറ്റം കന്യാകുമാരി ആണെങ്കിലും തിരുവനന്തപുരം വരെ, കന്യാകുമാരി തമിഴ് ദേശമായി തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രദേശത്ത് പതിനായിരക്കണക്കിന് നമ്മുടേതായിട്ടുള്ള ആളുകൾ കലാപരമായിട്ടുള്ള, സാഹിത്യപരമായിട്ടുള്ള, സംഗീതപരമായിട്ടുള്ള മേഖലകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് നമുക്ക് പണ്ടൊന്നും നമുക്കങ്ങനെ അറിയില്ലാതെ ഈ മാധ്യമങ്ങളുടെ, ദൃശ്യമാധ്യമങ്ങളുടെ വളർച്ചയില്ലാത്ത കാലത്ത് മുഖ്യ രക്ഷാധികാരി TC ഗോപി അധ്യക്ഷത വഹിച്ചു. വാദ്യകലാകാരൻ കലാമണ്ഡലം ചന്ദ്രൻ, പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ, ചിത്രകാരൻ സുഭാഷ് കുമാർ തോടയം എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ മിമിക്രി കലാകാരനായ സുവനീഷ്, ഗായിക ജിനിഷ എന്നിവരെ ആദരിച്ചു. P. ഉണ്ണികൃഷ്ണൻ, സതീശൻ ചെമ്പുലങ്ങാട്, പുഷ്പ കണ്ണൻ, സുഷിന ചൂരക്കോട്, സന്തോഷ് VC, KP പാർവതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ MPPM സൺഡേ സ്കൂൾ 95ാമത് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം നടത്തി. ഗണിത അധ്യാപക പുരസ്കാര ജേതാവ് തോംസൺ K. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ അധ്യക്ഷനായി. പുതിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പൂക്കൾ നൽകി സ്വീകരിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണവും നടത്തി. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ KC ആന്റണി, PTA വൈസ് പ്രസിഡന്റ് സ്വപ്ന എഡിസൺ എന്നിവർ സംസാരിച്ചു. സൺഡേ സ്കൂൾ പ്രധാന അധ്യാപിക ഷീന മിൽട്ടൺ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജിനി ബിനു നന്ദിയും പറഞ്ഞു. പട്ടാമ്പി പെരുമുടിയൂരിൽ ചിത്രമെഴുത്തിലെ കേരള പെരുമ എന്ന പേരിൽ ചർച്ച സംഘടിപ്പിച്ചു. ചിത്രമെഴുത്തുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ചർച്ച ഒരുക്കിയത്. പുരോഗമന കലാസാഹിത്യ സംഘം പെരുമുടിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചിത്രമെഴുത്തിലെ കേരള പെരുമ എന്ന പേരിൽ ചിത്രമെഴുത്തുകാർ ചർച്ചാ ക്ലാസ് നടത്തി. പട്ടാമ്പി മേഖലാ കമ്മിറ്റി വിവിധ യൂണിറ്റുകളായി സംഘടിപ്പിച്ച സംവാദ സദസ്സുകളുടെ ഭാഗമായാണ് ചിത്രമെഴുത്തും ചർച്ചാ ക്ലാസും നടത്തിയത്. പെരുമുടിയൂർ ശില്പജനകീയ വായനശാലയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രമുഖ ചിത്രകാരൻ അബു പട്ടാമ്പി ക്യാൻവാസിൽ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. അധ്യാപികയും ചിത്രകാരിയുമായ ജ്യോതി അമ്പാട്ട്, ആർട്ടിസ്റ്റ് ദേവൻ, MR സുനിൽ, K. രവീന്ദ്രൻ, KM വാസുദേവൻ, മുരളി സോപാനം, പ്രേംകുമാർ TM, T. മുരളി, ഡിസ്നി വേണു, നിബിൻ CK, മീഡിയ രാജൻ, അഷ്റഫ് C തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളും മുതിർന്നവരുമായ നിരവധി പേർ ചിത്രമെഴുത്തിൽ പങ്കെടുത്തു. ചരമം. ചാലിശ്ശേരി മേക്കാട്ടുകുളം വറീക്കുട്ടി മകൻ സൈമൺ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ഔഗ്യൻസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. സൂസന്റെ ഭാര്യയും തമ്പി, ജോൺസൺ, JC എന്നിവർ മക്കളുമാണ്. ഇനി നവമാധ്യമ കാഴ്ച. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.